There are 4 columns are there. There are 4 figures also there. Even the boys also is there. 1, 2, 3, 4. കിട്ടിയല്ലേ? ഇത് ഒന്നാമത്തെ കോളത്തിൽ വരയ്ക്കുന്നത് എന്താണ്? രണ്ടാമത്തെ കോളം എന്താണ്? 3 എന്താണ്? 4 എന്താണ്? ഇത് ആര് വരയ്ക്കണം? ഗേൾസ് വരയ്ക്കണം. ഓക്കെ അല്ലേ? Now for the boys. This is for boys. ഒന്നാമത്തെ കോളത്തിൽ എന്താണ് മനസ്സിലായല്ലോ? Very familiar for the boys right now. This is for your friends. This is, you can see from here already. Got it? Your time start now. You should not supposed to open your mouth. Only action you can do. വരയ്ക്കാൻ നിൽക്കുന്ന ഈ രണ്ടുപേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ ഫിഗർ എല്ലാം കണ്ടതാണ്. അപ്പോൾ അവർ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബൈ ആംഗ്യ ഭാഷയിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മെസ്സേജിലൂടെ വേണം നമുക്കിത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ ബോയ്സും ഗേൾസും നല്ല ആവേശ പോരിലാണ്. ഇത് ആക്ഷൻസ് ഒക്കെ നോക്കി അടിപൊളിയായി ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ഒരു ക്ലാസ് റൂം ഇൻഡോർ ആക്ടിവിറ്റി ഗംഭീരമായി പോകുന്നുണ്ട്. അതുകൊണ്ട് ബോയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യുന്ന ലാസ്റ്റ് 1 കോളം കൂടി ബാക്കിയുള്ളൂ. അങ്ങനെ ഗേൾസ് ആണെങ്കിൽ 2 കോളം മാത്രം ബാക്കി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 2 കോളം ഉണ്ട്. ബോയ്സിൻ്റെ 3ാമത്തെ കോളം കംപ്ലീറ്റ് ആയി. യെസ്, വെരി ഗുഡ്. അങ്ങനെ ഗേൾസിൻ്റെ 3rd കോളം എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അവിടെ ആംഗ്യ ഭാഷ ഓക്കെ എക്സാക്ട്ലി ക്ലിയർ ആണ്. അപ്പോൾ അത് വീണ്ടും മാച്ച് കളഞ്ഞു. ഓക്കെ, ബോയ്സിൻ്റെ അവസാനത്തെയും ഗേൾസിൻ്റെ 3ാമത്തെയുമാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഓക്കെ. യെസ്, ആവേശപ്പോരിൻ്റെ അവസാനത്തേക്ക് പോയി കടന്നിരിക്കുകയാണ് ഗെയിമിൻ്റെ. യെസ്, അതെ, ബോയ്സിനെ കിട്ടിയെന്ന് തോന്നുന്നു. യെസ്, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. യെസ്, താങ്ക് യു ഫോർ വാച്ചിങ്.